ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യനുകളാവും നിങ്ങളെ. ഇതാ പരീക്ഷയ്ക്ക് വരുന്നതൊന്നും ഞാൻ പറയുന്നില്ല, ഇതേപോലത്തെ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാരണം ഞാനല്ലല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത് കേട്ടോ. ഇവിടെ ഇതുപോലത്തെ ക്വസ്റ്റ്യനുകളാകും ഞങ്ങളെ ചോദിക്കുന്നത് കേട്ടോ. ഏകദേശം ഒക്കെ ഇതേലെ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. 2025 നമ്മുടെ അതായത് ഈ പുതിയ പുസ്തകം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആനുവൽ എക്സാമാണ് അല്ലേ. അപ്പോൾ എപ്പോഴും അതിപ്പോൾ ഏതാണെങ്കിലും പ്രവർത്തനം ആക്ടിവിറ്റി അല്ലേ, ആക്ടിവിറ്റി 1 ആക്ടിവിറ്റി 2 അല്ലെ പ്രവർത്തനം 1 2 എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ ഞങ്ങളെ, നമുക്ക് തന്നിരിക്കുന്ന അതായത് ഇത് 1 മുതലുള്ള ചാപ്റ്ററാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത് കേട്ടോ. അപ്പം ആദ്യമേ ഉള്ളത് കുറച്ച് ഒരു 2 3 4 മാർക്കിനൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും. നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ളതിൽ നിന്നായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, ആദ്യത്തെ നോക്കാം. നമ്മൾ ടൈമിൻ്റെ പാഠം പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ, സമയത്തിനുള്ളിൽ എന്നുള്ളൊരു പാഠം. അപ്പോൾ നോക്കി, അതിനകത്തിലെ ഒരു ക്വസ്റ്റ്യനാണ് 24 മണിക്കൂർ ക്ലോക്കിലെ 19 മണി എന്ന സമയം 12 മണിക്കൂർ ക്ലോക്കിൽ എത്രയാണ്? 24 മണിക്കൂർ ക്ലോക്കിലെ 19 മണി എന്ന സമയം 12 മണിക്കൂർ ക്ലോക്കിൽ അത് എത്രയാണെന്ന്. വാട്ട് ടൈം ഈസ് ഈക്വലൻ ടു 17 അല്ലേ, 19 ഇവിടെ 2 എഴുതിയേക്കുന്നത് അല്ലേ, 19 അവേഴ്സിൻ്റെ 12 അവർ ക്ലോക്ക്. അതുപോലെ തന്നെ 24 മണി ഒന്നാമത്തെ നമുക്കങ്ങ് ചെയ്യാം നിങ്ങളെ. ചോദ്യം മനസ്സിലായോ? നമ്മുടെ ക്ലോക്ക് അത് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ക്ലോക്ക് ഇതാണ് അല്ലേ. നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ ആ ഇരിക്കുന്ന മുറി തന്നെ കാണും. 1 മുതൽ 12 വരെയാണ് നമ്മുടെ ക്ലോക്ക് ആണല്ലോ നിങ്ങളെ, സംശയമില്ലല്ലോ. ഇപ്പോൾ 3 മണി സമയം നോക്കാനൊക്കെ അറിയാമല്ലോ. 3 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൂചി 3ലും, അത് ഓർത്തോണേ, ചെറിയ സൂചി എത്ര മണിയാണോ നമ്മൾ പറയുന്നത് അതാണ് ഫസ്റ്റിൽ, അത് ചെറിയ സൂചി 3ലും. 3 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൂചി 12ലും ആയിരിക്കും അല്ലേ. 3.5 3.5 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൂചി 3ൽ നിന്ന് ഇച്ചിരി കൂടെ താഴോട്ട് വരും, 3.5 ആയില്ലേ. എന്നാലും ചെറിയ സൂചി 3ലും വലിയ സൂചി 6ലും ആയിരിക്കും. അറിയാമല്ലോ, നമ്മൾ കുറേ പഠിച്ചല്ലേ കുഞ്ഞുങ്ങളെ. അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ എടുത്തൊന്ന് നോക്കണം, അതിനകത്തിലെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ 24 മണിക്കൂർ ക്ലോക്കിലെ എത്ര 19 മണി എന്ന സമയം അല്ലേ കുഞ്ഞുങ്ങളെ, 19 മണി എന്ന് പറയുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 12 ഉള്ളൂ. അപ്പം നോക്കിക്കേ, ഞാൻ താഴെ ഒരു 19ൻ്റെ ചെയ്തിട്ടുണ്ട്. നോക്കുക, 24 മണിക്കൂർ ക്ലോക്ക്. സാധാരണ രീതിയിൽ നമുക്ക് എന്താ 12ൻ്റെ, അത് നിങ്ങൾ ഈ അകത്തെ കണ്ടോ, 12 മണി, ഇതാണ് നമ്മുടെ സാധാരണ ക്ലോക്കിൽ. മനസ്സിലായോ? നമ്മുടെ സാധാരണ ക്ലോക്ക് എന്ന് വെച്ചാൽ ഈ അകത്ത് കാണുന്നത് കണ്ടോ നിങ്ങളെ, 12 മണിക്കൂറാണ്. ഇനി നിങ്ങൾ പറയാം 13 മണിക്കൂർ എന്ന് വെച്ചാൽ ഈ 12 കഴിഞ്ഞിട്ട് 5 ഈ 1 നിങ്ങളുടെ ക്ലോക്കിലൊക്കെ 1 2 3 എന്നൊക്കെ പറയുന്ന ക്ലോക്കിലെ ഒന്നില്ല, ആ 1 വരുമ്പം 13, 2 വരുമ്പം 14, 3 വരുമ്പോൾ 15, 4 വരുമ്പോൾ 16, അങ്ങനെ ഇങ്ങനെ കറങ്ങി വന്ന് 12 അവിടെ എന്ത് വരും, 24 വരും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മുടെ സാധാരണ ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 12ൻ്റെ അല്ലേ. അത് തന്നെ ഞാൻ അകത്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടോ 12, നമ്മുടെ വീട്ടിലെ ക്ലോക്കിലോട്ട് നോക്കിയേ 12 അല്ലേ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളോട് ചോദിച്ചാൽ 24 മണിക്കൂർ ക്ലോക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ 13 എവിടെ എഴുതുമെന്ന് ഓർത്തോണേ. 12 ഓൾറെഡി നമ്മുടെ ഇവിടെ ഉണ്ട്. പിന്നെ 12 കഴിഞ്ഞാണ് കുഞ്ഞുങ്ങളെ എന്ത് വരുന്നത്, 13, 14, 15 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഇങ്ങനെ നിങ്ങൾ റഫായിട്ട് വേണമെങ്കിൽ ഈ സമയത്തിൻ്റെ പാഠം എപ്പോൾ ചോദിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണോ നിങ്ങളെ, റഫായിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്ന് വരച്ചു, ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലെ ആൻസറിൻ്റെ ആയാലും കുഴപ്പമില്ല, നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ വലത്തുവശത്തായാലും പെൺകുട്ടികളാണെങ്കിൽ കയ്യിലൊരു വള കാണും അല്ലേ, പെട്ടെന്ന് അത് വെച്ചൊരു റൗണ്ട് വരച്ചിട്ട് പിന്നെ നിങ്ങൾ ചാടി കയറി വരയ്ക്കരുത്. നേരെ 9ൻ്റെ നേരെ തന്നെ 3 ആയിരിക്കണം, 12ൻ്റെ നേരെ 6 ആയിരിക്കണം. അതൊക്കെ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ നല്ലപോലെ ക്ലോക്ക് വരയ്ക്കാനൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ. അപ്പോൾ അത് വരച്ചിട്ട് ഇതൊക്കെ പെട്ടെന്ന് പടപടയെന്ന് വേണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ എഴുതി നോക്കാം. 12 വരെ നമുക്ക് ഓൾറെഡി അറിയാം, 12 കഴിഞ്ഞിട്ട് 13, 14. അപ്പം നമുക്ക് എവിടെ വരും നോക്കി, നമ്മളോട് ചോദിച്ചാൽ 19 അല്ലേ. നോക്കി നിങ്ങളെ, 19 വന്നേക്കുന്നത് എവിടെയാണ്, 7 കണ്ടോ, 7 PM 7 മണിക്ക്. അപ്പം നമ്മുടെ ചോദ്യം എന്താ, 7 PM ആണ് കേട്ടോ, 7 PM. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ, 7 PM. അതായത് 12 കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്ന ഏത് സംഖ്യയും PM ആക്കി അങ്ങ് എഴുതിക്കോണം കേട്ടോ. അതൊക്കെ നമ്മൾ പഠിച്ചല്ലേ കുഞ്ഞുങ്ങളെ. 12 കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യയെ നമ്മൾ എന്താക്കിക്കോണം, PM. ഈ 12-നകം അതായത് ഒരു 11:59 വരെയുള്ളൂ AM.
11:59 വരെയുള്ളൂ AM. അത് കഴിഞ്ഞിട്ട് 12 മുതൽ PM ആണ് കേട്ടോ. പോസ്റ്റ് മെറിഡിയനും ആൻറ്റി മെറിഡിയനും ഒക്കെ അറിയത്തില്ലോ നിങ്ങളെ, നമ്മൾ പഠിച്ച ഞാൻ വേണേൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അന്നേരം ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണോടുണ്ടോ നിങ്ങളെ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല, നിങ്ങൾ റഫായിട്ട് അഥവാ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വരച്ച് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ഏതാ 19 മണി. 19 മണി എന്ന് വെച്ചാൽ എന്താണ്? 19 എന്ന് വെച്ചാൽ 12 കഴിഞ്ഞ് വന്നുകൊണ്ടാണ് അവിടെ. നിങ്ങൾക്ക് വിചാരിക്കും ഇവിടെ എങ്ങനെ 7 വന്നതെന്നൊരു ചോദ്യം. PM വന്ന എങ്ങനെയാണെന്ന് സംശയം വന്നില്ലോ നിങ്ങളെ. അതെന്താ 19 ആയതുകൊണ്ടാണ് കേട്ടോ. 12 വരെ ഉള്ളൂ, 12 ഇല്ല, 11:59 വരെ ഉള്ളൂ AM. അതെപ്പോഴും ഓർത്തന്നെ കുഞ്ഞുങ്ങളെ, AM 11:59 വരെയുള്ളൂ. 12 മണി മുതൽ ഉച്ചയ്ക്കില്ലേ, 12 മണി മുതൽ പിന്നെ PM ആണ്. അതങ്ങ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ PM ആണ്. അപ്പം നമ്മളോട് ചോദിച്ചാൽ 19 ആയതുകൊണ്ട് എന്താ അത് 19 ആയതുകൊണ്ട് എത്ര മണിയാവും നിങ്ങളെ? നമ്മുടെ 12 മണി ക്ലോക്കിലോട്ട് മാറ്റിയപ്പോൾ എന്താ PM ആയി കേട്ടോ. PM ആണ് ഓർത്തോണേ. 19 മണി എന്ന് വെച്ചാൽ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? 12 മണിക്കൂർ ക്ലോക്കിൽ എത്രയാണെന്നാണ് ചോദിച്ചത്. 12 മണിക്കൂർ ക്ലോക്കിൽ അത് എന്താവും? 7 PM ആവും. ഓക്കെ ആണോ നിങ്ങളെ? നമ്മൾ കൂടുതലൊന്നും പഠിച്ചില്ല, ഒരെണ്ണേ പഠിക്കുന്നുള്ളതിലും പഠിക്കുന്ന വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ള. അപ്പം നിങ്ങൾക്ക് ഈ സമയത്തിൻ്റെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും എഴുതാൻ പറ്റണം കേട്ടോ. ഇനി അവർ അതുപോലൊരു ചോദ്യം ചെയ്യുന്നു, 24 മണിക്കൂർ ഈ ഇതേ ക്ലോക്കിൽ 8 PM എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് അന്നേരം അറിയാം. ഈ അകത്ത് വരുന്ന എന്താ 8 PM എന്ന് വെച്ചാൽ ഇതല്ലേ നിങ്ങൾ 8 PM. ഇത് 7 PM ആണെങ്കിൽ ഇത് 8 PM അല്ലേ? 8 PM എന്ന് വെച്ചാൽ എത്ര? നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര? 20 മണിക്കൂർ. 20 മണി അല്ലേ? 20 മണിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് അകത്ത് കൊടുത്തിരിക്കുന്നത് 12 മണിക്കൂർ ക്ലോക്കും വെളിയിൽ കൊടുത്തേക്കുന്നത് 24 മണിക്കൂർ ക്ലോക്കുമാണ്. ഓക്കെ ആണല്ലോ? നിങ്ങളോട് ചോദിക്കുവാണ് 20 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 മണിക്കൂർ ക്ലോക്കിൽ എത്ര? 8 മണി. ഇനി നിങ്ങളോട് ചോദിക്കും 24 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോക്കിൽ എത്ര? 10 മണി. ഇത് വരച്ചറിയാവുന്നവർക്ക് എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്ലോക്കുമായിട്ട് സംബന്ധിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും റഫായിട്ട് പെൺകുട്ടികളാണെങ്കിൽ എന്തായാലും ഒരു വള കൈ കാണത്തില്ലോ നിങ്ങളെ. അത് വെച്ചിട്ട് പെട്ടെന്ന് വരച്ചിട്ട് പെട്ടെന്ന് ഒരു വട്ടം വരച്ചിട്ട് ഇങ്ങനെയും കൊടുക്കുക. ഇവിടെ 12 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 9 ആണ് അല്ലേ? പിന്നെ ഇവിടെ 1, 2, 4, 5, 7, 8, 11 10, 11 അല്ലേ? പെട്ടെന്ന് അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കുക. നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ഇവിടെ 13 തൊട്ട് ഇങ്ങനെ എഴുതുമ്പം നമ്മളോട് ചോദിക്കുക ഇപ്പോൾ 23 മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റും എത്ര? 11 PM കേട്ടോ. ഈ PM വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ നിങ്ങളെ? അതായത് 12 മുതൽ ഏത് ചോദിച്ചാലും 12 കഴിഞ്ഞിട്ട് 13 മണി എന്ന് ചോദിച്ചാലും 14 മണി 15 മണി ഇങ്ങനെ ഏത് മണി 12 കഴിഞ്ഞ് ചോദിച്ചാലും PM ഇട്ട് വെച്ചോണം. PM ഇട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും PM എഴുതാതെ ഇപ്പോൾ 7 മാത്രം എഴുതിയാലും തെറ്റാണ്, ആൻസർ തെറ്റാണ്. നമ്മൾ വീട്ടിൽ ചെന്ന് പറയും ഞാൻ പരീക്ഷയ്ക്കെല്ലാം എഴുതിയെന്ന്. പക്ഷേ PM-ഉം AM-നുമാണ് മാർക്ക് കേട്ടോ. നമ്മൾ രാവിലെയും രാത്രിയെന്ന് പറയില്ലേ, അപ്പോൾ പകലാണോ രാത്രിയാണോ എന്ന് അറിയണം കേട്ടോ നിങ്ങളെ. ഉച്ച കഴിഞ്ഞാൽ PM ആണ് കേട്ടോ. 12 മണി മുതൽ PM ആണ്. ഇച്ചിരി സമയം എടുത്തായാലും ഞാനത് പറയുകയാണ്. അത് തെറ്റുന്നുണ്ട്, എല്ലാവരുടെയും ആൻസർ ഷീറ്റിൽ തെറ്റുന്നുണ്ട്. നമ്മൾ ആ സമയത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ നോക്കുമ്പോൾ പകുതി എണ്ണത്തിൻ്റെ അത് PM-ഉം AM-ഉം എഴുതത്തില്ല. ആൻസർ ശരിയായിരിക്കും 7, 8 എന്നൊക്കെ എഴുതുന്നത് ശരിയാ. പക്ഷേ എന്താ PM-ഉം AM-ഉം എഴുതുന്നില്ല. എടുത്ത് പറയാം അത് എഴുതണം, അത് എഴുതിയെങ്കിലേ ആൻസർ മാർക്ക് കിട്ടത്തുള്ളൂ. മാത്സിന് മാർക്ക് കുറയുന്നതിന് മെയിൻ കാരണം അതൊക്കെയാണ്. എഴുതാനുള്ളത് എഴുതത്തില്ല. ഇപ്പോൾ പിടിയിട്ടല്ലോ, അകത്ത് 12 മണിക്കൂറും 13 എഴുതുന്നത് എവിടെയാണെന്ന് അറിയണം. 13 മുതൽ കേട്ടോ. സമയത്തെ ബേസ് ചെയ്ത് ഇനി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ നിങ്ങളെ. പെട്ടെന്ന് നിങ്ങൾ 23 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 11 അറിയണം. 21 എന്ന് പറയുന്നത് 9 അറിയണം കേട്ടോ. ഓക്കെ ആണല്ലോ? ഇത് കണ്ട എല്ലാവർക്കും ഇനി സമയത്തെ കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യനും അറിയാമെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങളെ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ആൻസർ അപ്പോൾ എത്ര? നമ്മളോട് 8 PM എന്ന് ചോദിച്ചാൽ 20 മണിയാണ്. 20 മണി കേട്ടോ. അങ്ങനെയാണെങ്കിൽ 10 PM എന്ന് ചോദിച്ചാൽ 22 മണി. നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ ആണേ. അടുത്ത പ്രവർത്തനം 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഇച്ചിരി ഇങ്ങോട്ട് മാറിപ്പോയി നിങ്ങൾ നോക്കിയാൽ 9 പോയിന്റ്. ഞാൻ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്കിത് മനസ്സിലാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. നോക്കിക്കേ, 9.326 പോയിന്റ് കഴിഞ്ഞ് ഒരിക്കലും സംഖ്യകൾ കൂട്ടി വായിക്കരുത്. പോയിന്റ് കഴിഞ്ഞ് അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇപ്പം 9.326 എന്നാരും വായിക്കരുത്. പോയിന്റ് കഴിഞ്ഞ് ഓരോ ഡിജിറ്റും എടുത്ത് പറയണം. 9.326 കുഞ്ഞുങ്ങൾ എത്ര? 9.326
26 ലിറ്റർ ആസ് എ ഫ്രാക്ഷൻ. ഇതിനെ എന്താക്കുക, ഫ്രാക്ഷനിലോട്ട് മാറ്റുക, ഭിന്നസംഖ്യയിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭിന്നസംഖ്യയിലോട്ടാണ് കുഞ്ഞുങ്ങളെ. മലയാളം ഞാൻ എഴുതണമെന്നുണ്ടോ? ഇതിനെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുക, അതായത് ഫ്രാക്ഷൻ കേട്ടോ, ഫ്രാക്ഷനിലോട്ട് മാറ്റുക. എങ്ങനെ എഴുതും നോക്കൂ കുഞ്ഞുങ്ങളെ. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനും ഫ്രാക്ഷനെ ഡെസിമലാക്കാനും പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ, പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3 0 വരുന്നത് എന്താ, നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, 93226/1000 എന്ന് എഴുതാം. മനസ്സിലായോ? ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. എന്താ, പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3 0 വരുന്നത് അങ്ങിട്ട് വെക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി അതിൻ്റെ എഴുതണ്ടല്ലോ, ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനും ഫ്രാക്ഷനെ ഡെസിമലാക്കാനും. ഇനിയും ഇതിനെ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. നമ്മളോട് ചോദിച്ച എന്താണ്, ലിറ്ററിലെയും മില്ലി ലിറ്ററിലും ഒക്കെ മാറ്റണം ഇതിനെ. അപ്പം നമ്മൾ എന്താണെന്നറിയോ, ഈ 9 എന്താ, ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. ഇങ്ങനെ എഴുതിയാലും ശരിയാണോ നിങ്ങൾ കേട്ടോ, ഒരിക്കലും തെറ്റാന്ന് പറയത്തില്ല. 9 എന്നിട്ട് 326/1000 എന്നെഴുതിയാലും ശരിയാണ് കേട്ടോ. ഇത് രണ്ടും ശരിയാണ്, ആരും തെറ്റ് പറയത്തില്ല കേട്ടോ. 9326/1000 അല്ലെങ്കിൽ 9 അതായത് പോയിന്റിന് ഇപ്പുറത്ത് വരുന്നതിനെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ട് എന്താ, ബാക്കി പോയിന്റ് കഴിഞ്ഞുള്ളതിനെ ഇങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. അത് ഓർത്തോണേ. ഇനി നിങ്ങൾ ചോദിച്ചത് ഇതിനെ ലിറ്ററും മില്ലി ലിറ്ററിലോട്ട് മാറ്റാൻ. ഇതിന് എളുപ്പമല്ല കുഞ്ഞുങ്ങൾ. എന്താ, ഫസ്റ്റ് എന്താ, ഇവിടെ 9 ലിറ്ററും ബാക്കി വരുന്ന 326 മില്ലി ലിറ്ററുമാണ്. ഓക്കെ ആണോ? സംശയമുണ്ടോ? രണ്ടാമത്തെ ആക്ടിവിറ്റി 2 ആണ്. ഇത് ഫസ്റ്റ് നമ്മൾ ടൈമിൻ്റെ പാഠമായിരുന്നു. ഇതിനകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങളോട് ചോദിക്കുക 5.478 എന്ന് പറയുന്നത് ഗ്രാം കണ്ടോ, ഗ്രാം. അപ്പം കിലോയും ലിറ്ററും ഒക്കെ എന്താണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും. എങ്ങനെ എഴുതാം, നമുക്ക് 547 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്, കിലോയിലോട്ട് മാറ്റുന്ന 1000 ആണ് അല്ലേ. ഗ്രാമും കിലോഗ്രാമും ഒക്കെ അറിയാലോ, 1000-ൻ്റെയാണ് അല്ലേ, 1000. അപ്പോൾ നമ്മൾ എന്തെഴുതാം, ഇതിൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 5 മുമ്പ് എഴുതിയല്ലോ, 5,478/1000 എന്ന് എഴുതാം. ഇത് കാണുമ്പോഴേ അറിയാം എത്ര, 5 kg 5 കിലോ 478 ഗ്രാം എന്ന് എഴുതാം അല്ലേ. ഇനി ഇത് മീറ്ററിലോട്ടോ ഒക്കെ ആണെങ്കിൽ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്നറിയണം അല്ലേ. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണെന്നറിയണം. പിന്നെ 1 kg എന്ന് പറയുന്നത് 1000 ഗ്രാം ആണെന്നറിയണം. ഇതൊക്കെ അറിയണം നിങ്ങളെ. ഇത് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചോദിക്കില്ല, നിങ്ങളെപ്പോഴും തന്നെ ഇങ്ങനെ ഇട്ടേ ചോദിക്കത്തുള്ളൂ കേട്ടോ. മനസ്സിലായോ? ഇപ്പം നിങ്ങളോട് 375 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് മീറ്റർ എന്ന് ചോദിക്കുക. ഡാഷ് മീറ്റർ 375 സെൻറ്റിമീറ്ററാണ്. അത് എത്ര മീറ്ററാണ്, എത്ര സെൻറ്റിമീറ്റർ ആണെന്ന്. എപ്പോഴും മീറ്റർ എന്ന് പറയുന്നത് എന്താ, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം 3 മീറ്റർ എന്ന് പറയുന്നത് എത്ര നിങ്ങളെ, 300 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ എന്താ, 375 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ അപ്പോൾ എത്ര, 3 മീറ്ററും 75 സെൻറ്റിമീറ്ററുമാണ്. ഇതെല്ലാം നമ്മൾ കുറേ പഠിച്ചതാണ്. അതിൻ്റെ ഇത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്, 1 ലിറ്റർ 1000 മില്ലി ലിറ്ററാണ്, 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാം ആണെന്നൊക്കെ അറിഞ്ഞെങ്കിലേ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു കണക്ക് തന്നാൽ ചെയ്യാൻ അറിയത്തുള്ളൂ. ഇത് ടെസ്റ്റിൽ തന്നെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ മില്ലി ലിറ്ററിനൊക്കെ ഒരു പാഠം ഉണ്ടല്ലോ നിങ്ങൾ, അതിൻ്റെ ലിങ്കിനകത്തിൽ ഇതിൻ്റെ എല്ലാം ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യമാണ്. ഇനി നിങ്ങളോട് ചോദിക്കുക, ലാർജസ്റ്റ് 5 ഡിജിറ്റ് പ്രവർത്തനം 3 ആക്കി കേട്ടോ. 3-മത്തെയാണ് ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന്. ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കാം? ലാർജസ്റ്റും സ്മാളസ്റ്റും എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? സ്മാളസ്റ്റ് നോക്കണേ, സ്മാളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ അതങ്ങ് അറിയണേ. 1 ഡിജിറ്റ് നമ്പർ എപ്പോഴും എത്ര, ഏറ്റവും ചെറിയ സംഖ്യ 1 ആണ് കേട്ടോ. 0 എടുക്കില്ല, 1 ആണ്. അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പറോ, 1 ഡിജിറ്റുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാ? 1 ഡിജിറ്റുള്ള ഏറ്റവും വലിയ, മലയാളത്തിൽ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ, 1 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ ആണ് കേട്ടോ. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും കാണുമ്പോഴേ അറിയാമല്ലോ, കണ്ടോ. അങ്ങനെയാണെങ്കിൽ എന്താ, സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ
അല്ലേ? ഇനി അതിങ്ങനെ സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാ? സ്മാളസ്റ്റ് 10 ആണ്. ബിഗ്ഗസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 99 ആണ് കേട്ടോ. സ്മാളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 300 ആണ്. പിന്നെ ബിഗ്ഗസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 999 അല്ലേ? പിന്നെ സ്മാളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 1000 ആണ്. ബിഗ്ഗസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 9999. ഇതിന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്മാളസ്റ്റ് 1, 10, 100, 1000, 10,000 കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പോകും. ബിഗ്ഗസ്റ്റ് 9, 99, 999, 9,999. പിന്നെ 4, 3, 4, 5 എണ്ണം അല്ലേ? അപ്പം 9 lakh വരും. 5 അല്ലേ? 9,999 കേട്ടോ. അടുത്ത അങ്ങനെ താപ്പോട്ട് കണ്ട ഇതിൽ ഓരോ 9 വീതം ഇവിടെ കൂടിയും വരും. ഇവിടെ നോക്കിയേ ഓരോ 0 വീതം കൂടിയും വരും. അതായത് ഇത് സ്മാളസ്റ്റും ഇത് ലാർജസ്റ്റുമാണ്. നമ്മളോട് ചോദിക്കുന്ന ഏതെങ്കിലും ഇപ്പം ലാർജസ്റ്റ് 5 ഡിജിറ്റാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? 5 ലാർജസ്റ്റ് 5 ആകുമ്പോൾ ഇതിൽ എത്ര 5 ഉണ്ട് കുഞ്ഞുങ്ങളെ? 1, 2, 3, 4, 5 നോക്കിയേ. ഇത് ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറാണ്. 9ൻ്റെ എണ്ണം അങ്ങ് നോക്കിയാൽ മതി. ലാർജസ്റ്റ് ആണ് നമ്മളോട്. ലാർജസ്റ്റ് 1 ഡിജിറ്റ് ആണെങ്കിൽ 1 9, ലാർജസ്റ്റ് 2 ഡിജിറ്റ് ആണെങ്കിൽ 2 9, ലാർജസ്റ്റ് 3 ഡിജിറ്റ് ആണെങ്കിൽ 3 9. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ. ലാർജസ്റ്റും സ്മാളസ്റ്റും മനസ്സിലായോ? സ്മാളസ്റ്റ് 2 ഡിജിറ്റ് ആണെങ്കിൽ 10, സ്മാളസ്റ്റ് 3, 1, 2, 3 3 ഡിജിറ്റ് 100, 4 എണ്ണി നോക്കിയാൽ മതി കുഞ്ഞുങ്ങളെ കണ്ടോ. ഇവിടെ എന്താ ലാർജസ്റ്റ് വലിയ സംഖ്യ എപ്പോഴും 9ഉം ചെറിയ സംഖ്യ എപ്പോഴും ഇതാണ് ക്ലൂ. മനസ്സിലായല്ലോ? ഇങ്ങനൊരു ചോദ്യം ഉറപ്പായിട്ടും കാണും കേട്ടോ, ഏതെങ്കിലും ലാർജസ്റ്റോ സ്മാളസ്റ്റോ. അടുത്ത നോക്കിയോ നിങ്ങളെ, പ്രവർത്തനം 4. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് എന്ന് വെച്ചാൽ എന്താ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരേ അക്കം. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പർ സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരേ അക്കം ആവർത്തിച്ച് വരുന്ന ചോദ്യം നല്ലതുപോലെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഒരേ അക്കം തന്നെ ആവർത്തിച്ച് വരുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ടെന്നാവും നിങ്ങളെ? ഒരേ എണ്ണം എന്താ? ഇവിടെ നോക്കിയേ 11 ഒരേ അക്കം തന്നെയല്ലേ വന്നത് ഇല്ലേ? ഇതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? പാലിൻഡ്രോമിക് നമ്പർ എന്ന് പഠിച്ച ഓർമ്മയുണ്ടാവും നിങ്ങളെ? ഇരുവഴി സംഖ്യകൾ എന്ന് അതിന് പറഞ്ഞു. ഇരുവഴി സംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? എന്താ, ഏത് പേരാ? എന്തെങ്കിലോട്ട് കുറേ അന്ന് പഠിപ്പിച്ചായിരുന്നല്ലേ. അപ്പോൾ അതായത് നമ്മൾ മുന്നിൽ നിന്നും സരസ അല്ലേ? SARSA അല്ലേ? നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുമ്പോഴും അങ്ങനെ വരത്തില്ല അല്ലേ? മലയാളം എഴുതുമ്പോൾ വരും, ഇംഗ്ലീഷ് വരത്തില്ലല്ലേ? സരസ. നോക്കിയേ, ഇങ്ങോട്ട് ചെല്ലുമ്പോഴും സരസ, അങ്ങോട്ട് ചെല്ലുമ്പോഴും സരസ. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലുള്ള വാക്കുകളുണ്ട് കുഞ്ഞുങ്ങളെ, അതിപ്പോൾ നമുക്ക് സമയമില്ല, ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള നമ്പറുകൾ ഇരട്ട സംഖ്യകൾ വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന്, ഹൗ മെനി എത്ര എണ്ണം ഉണ്ടെന്ന്. 11 അപ്പുറത്തും ഇപ്പുറത്തും ഒരേന്നാണ്. നോക്കിയേ 22, നോക്കിയേ 33, ഇതെല്ലാം 2 അക്ക സംഖ്യകളല്ലേ അല്ലേ? നോക്കിയേ അങ്ങനെ എത്ര എണ്ണം നമുക്ക് പറ്റുമെന്ന് നോക്കിയേ. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. എല്ലായിടത്തും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നോക്കുമ്പോൾ ഒരേ സംഖ്യയല്ലേ കുഞ്ഞുങ്ങളെ? ചോദ്യം നല്ലതുപോലെ വായിക്കണേ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? ഒരേ അക്കം ആവർത്തിച്ച് വരുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ടെന്ന്. എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട് കേട്ടോ. എത്ര എണ്ണം കുഞ്ഞുങ്ങളെ? 9 എണ്ണമാണ് അതിൻ്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊക്കെ 3 ഡിജിറ്റ് ഇങ്ങനൊരു ചോദ്യം കേൾക്കുമ്പോഴേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ സെയിം ഡിജിറ്റ് ആയിരിക്കണം റിപ്പീറ്റ് ചെയ്തത്. ഏതൊക്കെയാ നോക്കിയേ? 111 ഉണ്ടല്ലോ, 222, 333, 444, 555, 666, 777, 888, 999. കണ്ടോ, എല്ലാം 3 അക്ക സംഖ്യകളല്ലേ? അതും മൊത്തം എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. നിങ്ങളോട് ചിലപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഞാൻ 2 എണ്ണം എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ 4 ഒക്കെ ഉള്ളത് നമുക്ക് എഴുതിക്കൂടായോ നിങ്ങൾ? എന്താ? 1 1 1 1 4 1 അല്ലേ? ഇവിടെ 4 2, ഇവിടെ 4 3, 4 4 അങ്ങനെ എഴുതുക. അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എണ്ണം നോക്കി അങ്ങ് സംഭവം പിടികിട്ടിയല്ലോ, എണ്ണം നോക്കി അങ്ങ് എഴുതുക എന്നുള്ളതാണ്. 4 പ്രവർത്തനവും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? എങ്ങനെ അറിയാതെ അല്ലയോ?
ഓക്കെ ആണോ? അടുത്ത നിങ്ങളോടിപ്പോൾ ഒരു നമ്പർ തന്നിട്ടേ പ്രവർത്തനം 5 നമ്പർ നെയിം എഴുതാൻ ചോദിക്കും. ഇപ്പോൾ ഉദാഹരണം നോക്കൂ നിങ്ങളെ 9, 8, 7, 4, 2, 5, 10, 100, 1000, 14 ലക്ഷം ആയിക്കോട്ടെ, ഇത്ര എഴുതോട്ടെ. ഇതിൻ്റെ നമ്പർ നെയിം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ഇംഗ്ലീഷുകാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക് അല്ലേ? എങ്ങനെ എഴുതും? 3 ലാക്ക്. സ്പെല്ലിങ് അറിയണം. നമ്മളെല്ലാവരും എല്ലാം അറിയാമെന്ന് പറഞ്ഞിരിക്കരുത്. കാരണം 3യുടെ വരെ സ്പെല്ലിങ് തെറ്റിക്കുന്നവരുണ്ട് കേട്ടോ. 3ക്ക് THERE എന്നൊക്കെ എഴുതി വെച്ചവരുമുണ്ട്. അതുകൊണ്ട് എല്ലാം അറിയാമെന്ന് വിചാരിച്ചിരിക്കരുത്. 3 കേട്ടോ. 3 ലാക്ക്. ലാക്കിൻ്റെ സ്പെല്ലിങ് അറിയണം. LAKH. അത് ഒന്നിൽ കൂടുതലുണ്ട്. ലാക്സ് എഴുതിക്കോ. 3 ലാക്സ്. പിന്നെ 80 EIGH 87,000. പിന്നെ 400 ഹൺഡ്രഡ്സ് എഴുതിക്കോ. ബാക്കി 25. മനസ്സിലായോ? 25 വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ? 3 ലാക്സ് 87,425. വൺസ്, ടെൻസ്, 100, 1000, 87,000 അല്ലേ? അപ്പോൾ 10,000 കേട്ടോ. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്. 3 ലാക്ക് 87,400. കാരണം 3, 2, 2 ഓർമ്മയുണ്ടോ? അതൊക്കെ പഠിപ്പിച്ചത്. ഇത് ഇന്ത്യൻ സിസ്റ്റത്തിലാണ് നമ്മൾ എഴുതിയത്. ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ? ഇൻ്റർനാഷണൽ എഴുതാൻ അതിപ്പോൾ നിങ്ങളോട് ചോദിച്ചായിരുന്നു പരീക്ഷയ്ക്ക്. ഇൻ്റർനാഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ സെയിം ഡിജിറ്റ് തന്നെ 3, 8, 7, 4, 2, 5 നമ്മൾ ഇത് ഇന്ത്യൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമായിരുന്നു ഇപ്പോൾ എഴുതിയത് അല്ലേ? ലാക്സ് ഒക്കെ വരുന്നത്. ഇൻ്റർനാഷണൽ ആണെങ്കിൽ 3 എന്നും പറഞ്ഞാൽ കേട്ടോ. എന്താ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? എൻ്റെ നേരത്തെ ക്ലാസ് കണ്ടവർക്കറിയാം. അവിടെ എല്ലാ വീട്ടിലും 3 പേര് വെച്ചുണ്ടെന്ന് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുമ്പോൾ എല്ലാ വീട്ടിലും 3 പേര് വെച്ച് ഉണ്ടെന്ന്. പക്ഷേ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഫസ്റ്റ് വീട്ടിൽ മാത്രമേ ഉള്ളൂ 3 പേര്. പിന്നെ 2, 2, 2, 2 ഓർമ്മയുണ്ടോ നിങ്ങൾ ആ ചാപ്റ്റർ പഠിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റർനാഷണൽ ആകുമ്പോൾ എങ്ങനെ പറയും? വൺസ്, ടെൻസ്, 100, 1000, 10,000, 100,000 ആണ്. അപ്പോൾ എത്ര? 300,000, 87 കേട്ടോ. 300 ആണ് ഇവിടെ. നമുക്ക് അവിടെ ലാക്കില്ല കേട്ടോ. വൺസ്, ടെൻസ്, 100, 1000, 10,000, 100,000, 387 കേട്ടോ. 387,425 എന്നാ കേട്ടോ. നിങ്ങൾക്കത് ഇൻ്റർനാഷണൽ പ്രാവശ്യം ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഇത് അറിയാമെന്ന് വിചാരിച്ചിരിക്കരുത്. അതായത് 1000, ലാക്ക്, 100ൻ്റെ ഒക്കെ സ്പെല്ലിങ് അറിയണം കേട്ടല്ലോ. പ്രവർത്തനം 5 കഴിഞ്ഞു. അടുത്തത് പ്രവർത്തനം 6 നോക്കൂ കുഞ്ഞുങ്ങളെ. പ്രവർത്തനം 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ്, പകുതി. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ കുറേ പഠിച്ചതാണ്. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫാണ്. ഓർമ്മയുണ്ടോ? 1/2 എന്ന് വെച്ചാൽ ഹാഫാണ്. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല്. പിന്നെ 2/4 എന്ന് വെച്ചാൽ പകുതി. 3/4 എന്ന് വെച്ചാൽ മുക്കാല് എന്നൊക്കെ നമ്മൾ കുറേ പഠിച്ചതാണ്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ടും സമയത്തിൻ്റെ കാര്യത്തിലായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അവിടെ ഇതാണ് അറിയേണ്ടത്. സമയത്തിൻ്റെ കാര്യത്തിലായിരിക്കും കുഞ്ഞുങ്ങളെ ഇത് അറിയേണ്ടത്. ഇത് നമുക്കിപ്പം നിങ്ങളോടൊരു ചിത്രം വരച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഇതിനെ ഇങ്ങനെ ഒരു പടം തരുക അല്ലേ? അതിനെ ഇത്രയും ഇത് ഇവിടെ വരെ ആയിക്കോട്ടെ. ഇത് കണ്ടോ കുഞ്ഞുങ്ങളെ? ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനൊരു ചോദ്യം കണ്ടോ? അപ്പം ഇത് എങ്ങനെ എഴുതുമെന്ന് നിങ്ങളോടൊന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? മൊത്തം എണ്ണം എത്ര എണ്ണം നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8. മൊത്തം എണ്ണത്തിനെ താഴെ എഴുതുക കേട്ടല്ലോ. മൊത്തം എണ്ണത്തിനെ താഴെ എഴുതുക. എത്രനാണോ നമ്മൾ ഷെയ്ഡ് ചെയ്ത് 1, 2, 3 ഇങ്ങനെ എഴുതാൻ ചോദിക്കും കേട്ടോ. ഇനി ഇതിനെ നോക്കിക്കേ, വെട്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ വെട്ടി എഴുതണം. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ നോക്കുക. ഉണ്ടോ? 2 എണ്ണവും ഒരേ ടേബിളിൽ വരണം. 2 എണ്ണവും ഒരേ ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങളെ? ഇല്ലല്ലോ. കാരണം 3 വരുന്ന ടേബിൾ 8 വരത്തില്ല, 8 വരുന്ന ടേബിളിൽ 3 വരത്തില്ല. അതുകൊണ്ട് അവിടെ അങ്ങ് നിർത്തിയാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ഇത് ഒരെണ്ണം ചെയ്തെന്ന് വെച്ചോ, ഇതിന് ഒരെണ്ണത്തിനൂടെ ചെയ്തെന്ന് വെച്ചോ അല്ലേ? അപ്പോൾ എത്ര വന്നു? മൊത്തം എണ്ണം നമ്മളിപ്പോൾ നോക്കിയായിരുന്നു 8 ആണ് അല്ലേ? മൊത്തം എണ്ണം 8 ആണ്. ഷെയ്ഡ് ചെയ്ത് 1, 2, 3, 4 എണ്ണത്തിന് നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഇനി നമുക്ക് ആക്കിക്കൂടാ നിങ്ങൾ? എന്താ 4ൻ്റെ ടേബിളിൽ 2 വരത്തില്ലേ? ഏതാ? 1, 4, 4, 2, 4, 8 കണ്ടോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടും ഒരേ ടേബിളിൽ വരുന്നെങ്കിൽ മാത്രമേ വെട്ടിക്കുറയ്ക്കാവൂ.
മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാനിരുന്നങ്ങ് പറയുവാന്നോ? ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട, കാരണം ഇത് ടെസ്റ്റിൽ ഇതുപോലെയുള്ള പടങ്ങൾ ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് അതിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം കേട്ടോ. സിമ്പിളസ്റ്റ് ഫോമിലൊക്കെ ആക്കാൻ അറിയത്തില്ലെങ്കിൽ എത്ര എണ്ണം എഴുതിയിട്ട് വേണേ കുഞ്ഞുങ്ങൾ എഴുതാം. മൊത്തം എണ്ണമാണ് ആദ്യം എഴുതേണ്ടത്. മൊത്തം. ഇനി ഈ പടമല്ല, വേറെ ആണ്ട് ഇങ്ങനെയുള്ള പടവും ആയിക്കോട്ടെ, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തരുന്നത്. പടം ഏതോ ആയിക്കോട്ടെ, മിക്കവാറും സർക്കിൾ ആയിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. ഞാനിപ്പോൾ ഇതിനാണ്ട് 2 എണ്ണത്തിനാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചോ കേട്ടോ. പടം ഷേപ്പിൽ ഒക്കെ അതൊക്കെ പോട്ടെ. 1 2 3 4 5 6 7 മൊത്തം എണ്ണം എഴുതുക 7. മൊത്തം എണ്ണം ആദ്യം എഴുതുക 7. എത്രണ്ണാണോ ഷെയ്ഡ് ചെയ്തേക്കുന്നത് അത് മേളിൽ. ഇത്രയേ ഉള്ളൂ. ഇത് 2 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? 2 ഒരു പ്രൈം നമ്പറാ, 7 ഒരു പ്രൈം നമ്പറാ കേട്ടോ. ഇനി അതിന് എന്തുവാന്നോ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ വെട്ടം ചെയ്യാൻ പറ്റും. ഒറ്റ ടേബിളിലേ വരത്തുള്ളതുകൊണ്ടാണ് ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. വല്ല മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അതായത് നമുക്കിപ്പോൾ 2ഉം 7ഉം ഒരേ ടേബിളിൽ വരുന്നുണ്ടോ? 2ൻ്റെ ടേബിളിൽ 7 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ അങ്ങ് നിർത്തിയാൽ മതി. 2/7 കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു അതെ, ഒരു ക്ലോക്ക് എന്ന് ഉദ്ദേശിച്ചാൽ എന്താ? ക്വാർട്ടർ പാസ്റ്റും ക്വാർട്ടർ ടൂവും ഹാഫും, ഹാർട്ടല്ല ഹാഫ്, HALF ഹാഫ് കേട്ടോ. ഹാഫും ഒക്കെ എന്തുവാണെന്നൊന്ന് അറിയണേ കുഞ്ഞുങ്ങളെ. ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലോക്കിൻ്റെ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഹാഫ് പാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? 12നും 6നും ഇടയ്ക്കുള്ള ഇത്രയും സമയമാണ് പാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ക്വാർട്ടർ പാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്നറിയോ? 15ന് പറയുന്നതാണ് ക്വാർട്ടർ പാസ്റ്റ്. നമ്മളിവിടെ 3ന് കാലെന്ന് പറയത്തില്ലേ കുഞ്ഞുങ്ങളെ? കാല്. നമ്മുടെയൊക്കെ ആൾക്കാരെന്താ 4:15 3:15 കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ലല്ലോ അല്ലേ? സ്കൂൾ വിട്ടിട്ട് 4:15 ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെയല്ലേ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത്? അല്ലെ 4:45 ട്യൂഷന് പോകാൻ സമയമായി എന്നൊക്കെയല്ലേ പറയുന്നത്? അപ്പോൾ കാല്, അര, മുക്കാല് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചതാ, എന്തായാലും മറന്നു പോയെങ്കിലും ഇല്ലയോ. പിന്നെ 2 പരീക്ഷ കഴിഞ്ഞില്ലേ അല്ലേ? ഇത് ഓണപ്പരീക്ഷയ്ക്ക് വന്നതാ അല്ലേ? ക്വാർട്ടർ പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കുഞ്ഞുങ്ങളെ കേട്ടോ. ക്വാർട്ടർ പാസ്റ്റ് 15. ഹാഫ് എന്ന് വെച്ചാൽ അര അല്ലേ? 9:30 5:30 6:30 എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതിനാണ് ഹാഫ്. ക്വാർട്ടർ ടു എന്ന് വെച്ചാൽ മുക്കാലാണ് കേട്ടോ. 9:45 4:45 5:45 എന്നൊക്കെ പറയത്തില്ലേ? മുക്കാലിനാണ് എന്താ ക്വാർട്ടർ ടു എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദ്യം കേട്ടിട്ട് വേണം ആൻസർ എഴുതാൻ. ക്വാർട്ടർ പാസ്റ്റ് ആണോ ക്വാർട്ടർ ടു ആണോ എന്ന് കേട്ടിട്ട് വേണം എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഇനി പ്രവർത്തനം 7 അല്ലെ പോട്ടെ 6ൻ്റെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കുഞ്ഞുങ്ങളെ. മുമ്പ് നമ്മൾ ടൈമിൻ്റെ പാഠം പഠിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മുമ്പ് ചോദിച്ചത് നോക്കിക്കേ. AM എന്ന് വെച്ചാൽ ആൻറ്റി മെറീഡിയൻ ആണ്, PM എന്ന് വെച്ചാൽ പോസ്റ്റ് മെറീഡിയൻ ആണ് കേട്ടോ. ചിലപ്പം ഇത് മാച്ച് എന്താ ഫില്ലപ്പ് ചെയ്യാനോ വല്ലതൊക്കെ ചോദിക്കും കേട്ടോ. AMൻ്റെ ഫുൾ ഫോം AM = ഡാഷ് പെട്ട് അല്ലേ? അപ്പോൾ സ്പെല്ലിങ് അറിയണ ANTMERIDIEM മെറീഡിയം, ആൻറ്റി മെറീഡിയം, പോസ്റ്റ് മെറീഡിയം. അപ്പോൾ നമ്മളോട് മുമ്പ് ഞാനൊരു പറഞ്ഞ ക്ലൂ ഓർമ്മയുണ്ടാവും നിങ്ങളെ? 12 ഇല്ല 11:59 വരെ വരികയാണെങ്കിൽ എന്താവും നിങ്ങളെ? 11:59 വരെ വരികയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ? AM ഉള്ളൂ. അത് കഴിഞ്ഞ് എന്ത് വന്നോ ഒന്നും ആലോചിക്കേണ്ട, PM ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ നിങ്ങളെ? PM ആണ്. ആ ഒരു ക്ലൂ ഓർത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നോക്കിക്കേ, 11 അത് 11 മണിയാണ്. ഇത് 24 മണിക്കൂറും ഇത് 12 മണിക്കൂറും. അതാ 23 എന്ന് വെച്ചാൽ 12 മണി കഴിഞ്ഞാണല്ലോ. അപ്പോൾ എന്താ? അത് PM ആണ്. ഈ 23 എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഇപ്പം നമ്മൾ 24 മണിക്കൂർ ക്ലോക്ക് നോക്കിയില്ലേ? അതായത് നമ്മുടെ ക്ലോക്കേ 12 വരെ ഉള്ളൂ അല്ലേ? 12. അപ്പോൾ ആ 12 കഴിഞ്ഞ് ചെല്ലണം 23. 12 അല്ലേ? 13 14 15 16 17 18 19 20 21 22 23. അപ്പോൾ എത്ര എണ്ണമായി? എല്ലാവരും ഓടിച്ചില്ലയോ? 11 ഓർമ്മയുണ്ടോ? 10ഉം ഈ 1ഉം 11. ആ 11 ഇത് അല്ലേ? മനസ്സിലായോ? അതായത് 12 കഴിഞ്ഞിട്ട് വേണം ഈ 23 വരെ എണ്ണ. അല്ലെങ്കിൽ 23-ന്ന് 12 അങ്ങ് കുറച്ചാൽ മതി. ഇനി അങ്ങനെ കേട്ടോ, അങ്ങനെയും ചെയ്യാം. കാരണം 23-ന്ന് 12 അങ്ങ് കുറച്ചാലും മതി, 11 കിട്ടും. ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ വിരലത്രയും ഞാൻ ഒടിച്ച് കാണിച്ചത്. കാരണം 12 കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോൾ വന്നാലും ഞാൻ പറഞ്ഞു 12 കഴിഞ്ഞാൽ PM AM എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഇനി 10:30 10:30 അല്ലേ? 10:30 അല്ലേ 10:30 എന്ന് പറയുന്നത് 12-ന് മുമ്പാണ്. അപ്പോൾ അത് AM ആണ്. ഓക്കെ ആണല്ലോ? അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. 22:30 അല്ലേ? 22:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 12 കഴിഞ്ഞ് ചെല്ലിക്കോണം. 12 13 14 15 16 17 18 19 20 21 22 അല്ലേ? അപ്പോൾ 10ഉം പിന്നെ ഒരു അരയും
കാരണം ഒരു അര വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 10 മനസ്സിലാവുന്നുണ്ടോ? വിരലൊടിയുന്നത് ചുമ്മാതാണോ എൻ്റെ കുഞ്ഞുങ്ങളെ? 12 കേട്ടോ. 12 മണിക്കൂറാണ് നമ്മുടെ ക്ലോക്ക്. 12 കഴിഞ്ഞിട്ട് ഇവിടെ എത്ര? 22:30 12 കഴിഞ്ഞ് 13 കേട്ടോ. പിന്നെ എടുക്കേണ്ടതാ 13, 14, 15, 16, 17, 18, 19, 20, 21, 22. അപ്പോൾ തന്നെ 10 ഇവിടെ 22:30 ആയതുകൊണ്ട് 10 അര ഒരു 30 കൂടെ കേട്ടോ. അപ്പോൾ 8:15 നമുക്കറിയാം 12-ന് മുമ്പ്. അപ്പോൾ അത് AM. 11:30 11:20 അതും എന്താ 12-ന് മുമ്പ് AM. 21:50 12 കഴിഞ്ഞ. അപ്പോൾ അത് PM. ഈ PM-ഉം AM-ഉം തിരിഞ്ഞു പോകരുത്. 12 കഴിഞ്ഞിട്ട് വരുന്നത് വിരളയിൽ എണ്ണിക്കോണം കേട്ടോ. വിരൽ എന്തായാലും ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ. ഈ അല്ലാതൊക്കെ ചെയ്യുമ്പോൾ കൂട്ടിയോ കുറയുമ്പോഴോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ. അപ്പോൾ ദൈവം നമുക്ക് വിരൽ തന്നിട്ടുണ്ട്, അത് വെച്ച് അങ്ങ് കൂട്ടിക്കോണം കേട്ടോ. 12 കഴിഞ്ഞ് വരുന്നത് വിരലെ കൂട്ടി എഴുതണം. കൂട്ടി എഴുതിയിട്ട് AM-ഉം PM-ഉം എഴുതാൻ മറക്കരുത്. അത് എഴുതിയില്ലെങ്കിൽ ആൻസർ തെറ്റാണ് കേട്ടോ. കാരണം സമയം AM-നും PM-നും വാല്യൂ ഉണ്ട്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഈ 6 ക്വസ്റ്റ്യനും ഓക്കെ ആണോ? ഓക്കെ. 7-മത്തെ ദ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ ലഘൂകരിക്കുക. മലയാളത്തിൽ എന്താ നിങ്ങളെ? ലഘൂകരിക്കുക. എളുപ്പമോ നിങ്ങളെ? നിങ്ങൾക്ക് ഞാൻ എളുപ്പ വഴി പറയുന്നത് വെച്ചാൽ നോക്കിക്കേ, ഈ എല്ലാത്തിൻ്റെയും ഹാഫ് വെച്ച് നിങ്ങളങ്ങ് ചെയ്യാൻ കുഞ്ഞുങ്ങൾ 5-ലല്ലേ ആയുള്ളൂ. ഹാഫ് എന്ന് വെച്ചാൽ 12-ൻ്റെ പകുതി എത്ര നിങ്ങളെ? 6 അല്ലേ. 18-ൻ്റെ പകുതി എത്ര? 9. 6-ൻ്റെ പകുതി എത്ര? 3. 9-ൻ്റെ പകുതി എത്ര? 8 അല്ലേ. 4:30 വരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ അരയെ ഒന്നും എടുത്ത് കളാം. 6ഉം 9 ഏതിൻ്റെ ടേബിളിൽ വരും? 3-ൻ്റെ ടേബിളിൽ 3-ൻ്റെ ടേബിളിൽ വരും അല്ലേ. എത്ര? 2 3 6 3 3 9. അപ്പം 2/3 ആണ് ഇവിടുത്തെ ആൻസർ. പിടികിട്ടിയോ? അതായത് ഇപ്പോൾ ഒറ്റയടിക്ക് അറിയാവുന്നവർക്ക് ഇപ്പോൾ 12ഉം 18ഉം 3-ൻ്റെ ടേബിളിൽ വരും എന്നറിയാവുന്നവർ അങ്ങനെ അങ്ങ് ചെയ്തോണം കേട്ടോ. എന്താ എത്ര വരും? പിന്നെ 3 എത്ര? 4 3 12 6 3 18 അല്ലേ. ഓക്കെ. അപ്പം 4/6 അതിനെ ഷോർട്ട് ഫോമിലോട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒട്ടും അറിയാൻ വയ്യാത്തവർ പകുതി വെച്ച് ചെയ്തോ. ഒട്ടും അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഞാൻ ആ മെത്തേഡ് പറഞ്ഞത് 12-ൻ്റെ പകുതി 6, 18-ൻ്റെ പകുതി 9. അപ്പോൾ 9-ൻ്റെ പകുതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ എന്താ 6ഉം 9ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3-ൻ്റെ ടേബിളിൽ വരും കേട്ടോ. നിങ്ങൾ ഇത് തന്നെ ആയിരിക്കുന്നില്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾ ഒന്നും അറിയില്ല, ഇതിനെ സിമ്പിളസ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ അറിയത്തില്ല, ഒന്നും ആലോചിക്കേണ്ട കുഞ്ഞുങ്ങളെ. പകുതി ചെയ്യാൻ എന്തായാലും അറിയാലോ. ഇനി എന്ത് ഈ പകുതി ഇല്ലേ? അതും അറിയാൻ വയ്യാത്തവരില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഇനി നോക്കിക്കേ, സമയത്തിൻ്റെ 120 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര അവറാണ്? അതിൻ്റെ അറിയണമെങ്കിൽ എന്താ നിങ്ങൾ? 1 മണിക്കൂർ 1 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 1 അവർ 60 മിനിറ്റാണ് അല്ലേ. അപ്പം 2 അവർ എന്ന് വെച്ചാൽ എത്ര? 2 അവർ 6 6 12 120 മിനിറ്റാണ്. മനസ്സിലായോ? 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ 2 മണിക്കൂർ എന്ന് വെച്ചാൽ എത്ര? 120 മിനിറ്റ്. അപ്പോൾ 120 മിനിറ്റ് എന്ന് വെച്ചാൽ 2 മണിക്കൂർ കേട്ടോ. സൈഡിലോട്ടൊക്കെ എഴുതി. നിങ്ങൾക്ക് മാത്സിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ വലത്തുവശത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതാത് കണക്ക് നിങ്ങൾ അവിടെ തന്നെ ചെയ്തു വെക്കുക. ഏത് കണക്കാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് അതിൻ്റെ വലത്തുവശത്ത് എഴുതി വെക്കുക. ടീച്ചറൊന്നും കണക്ക് ചെയ്യാനല്ലേ പേപ്പർ തരുന്നത് കേട്ടോ. ചെയ്തു വെക്കുക. അതിന് 150 മിനിറ്റ് വീണ്ടും ചെയ്യാമല്ലോ. അപ്പം 3 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1 6 2 6 12 3 6 കൂട്ടി അല്ലേ. 3 6 18 180 4 അവർ 1 6 2 6 12 3 2 4 6 24 5 6 30 ഇവിടെ എത്ര? 180 ചോദിച്ചത്. 150 അല്ലേ കുഞ്ഞുങ്ങളെ ചോദിച്ചത്. അപ്പം 120 2 മണിക്കൂറും ബാക്കി എത്ര? ഒരു 20 കഴിഞ്ഞിട്ട് 150 30 20 30 40 50 ഒരു 30 മിനിറ്റ് കൂടെ അധികം ഉണ്ടല്ലേ. അപ്പം 2 അവറും പിന്നെ ഒരു 30 മിനിറ്റും വരുന്നുണ്ട് കേട്ടോ. അല്ല, മനസ്സിലാവുന്നുണ്ടോ? അതായത് 150 മിനിറ്റ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. നിങ്ങളിത് ഒറ്റയടിക്കിരുന്ന് കാണണ്ടാവും കുഞ്ഞുങ്ങളെ. ഒരു കണക്ക് ആദ്യത്തെ എടുക്കുക, അത് വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക. അത് പഠിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അടുത്ത 2 എടുത്ത് കാണുക കേട്ടോ. ഞാനിത് ഒറ്റ ഇതിലങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ സമാധാനത്തെ ഇരുന്ന് പഠിക്കുക കേട്ടോ. വാരി വലിച്ചിപ്പോൾ ഇത് മൊത്തം 15 ക്വസ്റ്റ്യൻ ഇരുന്ന് പഠിക്കാൻ ഞാൻ പറയുന്നില്ല. ആദ്യത്തെ 5 എണ്ണം ആദ്യം ഇരുന്ന് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ 5 ചാപ്റ്ററിൻ്റെ ഒരു ബേസ് കിട്ടും. ഓരോ ചാപ്റ്ററിൽ നിന്നാണ് ഓരോന്നും ഇട്ടേക്കുന്നത് കേട്ടോ.
അപ്പം 150 മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് എത്രയാണെന്ന് നിങ്ങൾ സൈഡിലോട്ട് എഴുതുക, 2 മിനിറ്റ് എത്രയാണെന്ന് നോക്കുക, 2 ഹവർ എത്രയാണെന്ന് നോക്കുക കേട്ടോ. ഒരു അവർ എന്ന് വെച്ചാൽ 60 ആണെങ്കിൽ 2 അവർ 120 ആണ് അല്ലേ. എപ്പോഴും 150 നമ്മളോട് ചോദിച്ചത്. 120 കഴിഞ്ഞാൽ പിന്നെ 180 വരുന്നത്, നമുക്കത് വേണ്ട. അപ്പം 120 ആയപ്പം 2 മണിക്കൂറായി. 2 മണിക്കൂറിൻ്റെ ബാക്കി ഏതാ 30 മിനിറ്റ് കൂടെ അല്ലേ. 30 മിനിറ്റും കൂടി ആയപ്പം 150 മിനിറ്റായി. 30, 40, 50. ഓക്കെ ആണോ? അടുത്തത് 3 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര കുഞ്ഞുങ്ങളെ? 60 സെക്കൻഡാണ് അല്ലേ 1 മിനിറ്റ്. അപ്പം 2 മിനിറ്റ് എന്ന് പറയുന്നതോ 120 സെക്കൻഡാണ് അല്ലേ. അപ്പം 3 മിനിറ്റ് എന്ന് പറയുന്നതോ 180 സെക്കൻഡാണ്. ഇതിനെ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. 180 എത്ര സെക്കൻഡാണ്? 180 സെക്കൻഡ്. അപ്പം സെക്കൻഡും അവറും മിനിറ്റും ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. മിനിറ്റ് സൂചിയൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ പഠിച്ചേ. അടുത്ത നോക്കി കുഞ്ഞുങ്ങളെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. 28 പേപ്പർ ഫയൽ ഓഫ് സെയിം പ്രൈസ് കോസ്റ്റ് 700 rupees. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് എ പേപ്പർ ഫയൽ? 28 പേപ്പർ ഫയൽ, അതായത് ഒരേ വിലയുള്ള എന്ന് അതങ്ങ് എഴുതിക്കണം. ഒരേ വിലയുള്ള 28 പേപ്പർ ഫയലിന് 700 രൂപയാണ്. ഒരേ വില കേട്ടോ. 1നും 2നും 3നും അങ്ങനെ 28 പേപ്പർ ഫയലിനും കൂടി 700 രൂപ. 28 പേപ്പർ ഫയലിന് ഒരേ വിലയുള്ള 28 പേപ്പർ ഫയലിന് 700 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് എത്രയാണ്? ഇതാ നിങ്ങളെ ഒരു പേപ്പർ ഫയലിന് എത്രയാണ്? നമ്മൾ ഇതേലെ ചെയ്ത ഓർമ്മയുണ്ടോ? അതായത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനകത്തിൽ എത്ര? 700 അല്ലേ. 700നെ ആദ്യം അങ്ങ് എഴുതുക, 700. പിന്നെ നിങ്ങളൊരു ബോക്സ്, ഒരു ചതുരപ്പെട്ടി പണിയുക. എന്ന് വെച്ചാൽ 2 എണ്ണം അതിനകത്തിൽ വരത്തക്ക രീതി വേണം വെക്കാൻ. എന്നിട്ട് നമ്മുടെ 28 എടുത്ത് മേളി വെക്കുക. ഇതിനെ മേളി തന്നെ വെക്കണേ, 28. എന്നിട്ട് ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർത്തണം, 200ഉം 300ഉം 400ഉം ഒക്കെ വരികയാണെങ്കിൽ 20 വെച്ച് ചെയ്യുന്ന ഈ 100, 120, 125 ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ 10 വെച്ച് ചെയ്യാം കേട്ടോ. 200, 300 എന്നാണ് അങ്ങനെയൊക്കെ ഉള്ളത്. 20 വെച്ച് ചെയ്യുന്ന കുറച്ചുകൂടെ സൗകര്യം. ഇനി അതിലും വലുതാക്കി 30, 40. ഇനിയിപ്പോൾ അത് നിങ്ങൾ 10 വെച്ച് ചെയ്താലും ആൻസർ താഴെ വരും, അത് വേറെ. ഇത് എന്താ അപ്പോൾ 28 ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് 20 വെക്കാം, 30 വേണേലും വെക്കാം കുഞ്ഞുങ്ങൾ, 40 വേണേലും വെക്കാം കേട്ടോ. പറ്റുമോ? ഇല്ല. 20 നോക്കിയാൽ 20 × 28, അതായത് 28 2 56. 28 × 2 56. അപ്പോൾ 28 × 20 560 കേട്ടോ. ചെയ്ത് തന്നെ പഠിക്കണേ, നോക്കി പഠിക്കരുത്, ചെയ്ത് തന്നെ പഠിക്കണം. 28 × 2 56 ഞാൻ കുറേ ചെയ്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയത് കേട്ടോ. നിങ്ങളത് ചെയ്ത് തന്നെ പഠിക്കണം. ഇനി 2 എണ്ണം വരുവാണെങ്കിൽ കുറച്ച് താഴെ കാണിക്കുക. അപ്പം നമുക്ക് 140 കിട്ടി കേട്ടല്ലോ. ഇനി എത്ര? 20ൻ്റെ കൂടെ 28 ഗുണിച്ചപ്പോൾ നമുക്ക് 560 കിട്ടി. ഇവിടെ ഇത് രണ്ടും കൂടെ കുറച്ചപ്പോൾ 140 കിട്ടി അല്ലേ. ഇനി 140 28ൻ്റെ ടേബിളല്ല, 28 വെച്ച് ഏത് സംഖ്യ ഇൻറ്റു ചെയ്താൽ 140 കിട്ടും. 28 × 5 ആണ് കുഞ്ഞുങ്ങളെ എന്താ 140. അപ്പോൾ എന്ത് വന്നു നമുക്ക്? ഇനി നിങ്ങൾ വേറെ സംഖ്യ വെച്ച് ഇങ്ങനെ ഇട്ട് ചെയ്താലും ലാസ്റ്റിൽ എന്താ 0 വരും കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം നമുക്ക് എന്താ ഇവിടെ ഇത് 5 × 28, 5 × 28, 20 × 28. അതൊക്കെ അറിയാമല്ലോ, നമ്മൾ കുറേ ചെയ്തതാണ് ഇത് അല്ലേ. ഇനി 20ഉം 5, 20 × 5 25, 28നെ അതുപോലെ എഴുതി. 25 × 28 700 ആൻസർ 700. അപ്പം നമുക്ക് എത്ര × 28 ആണ് 700 കിട്ടിയത്? 25. അപ്പോൾ ഒരു പേപ്പർ ഫയലിൻ്റെ വില എത്ര രൂപ നിങ്ങളെ? 25 രൂപ. ഇതേലെ കണക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന കേട്ടോ, വേർഡ് പ്രോബ്ലമാണ്. ഇതേലെ കണക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഒരു പേപ്പർ ഫയലിൻ്റെ വില 25 രൂപ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കിക്കോണം കേട്ടോ. അല്ലാതെ നമുക്ക് ചെയ്താൽ ഇപ്പോൾ 700നെ 25 കൊണ്ട് അല്ലാതിട്ട് ഡിവൈഡ് ചെയ്താലും കിട്ടും. പക്ഷെ നമ്മുടെ ഈ രീതിയിൽ വേണം ചെയ്ത് കാണിക്കാൻ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ. അടുത്ത 10ാമത്തെ ഇത് ഓർമ്മയുണ്ടോ? റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ, ചതുര ഗുണിതം ഓർമ്മയുണ്ടോ അല്ലേ? ചതുരം വരച്ച് ഗുണനം. ഇത്രയേ ഉള്ളൂ. എങ്ങനെ എഴുതണം? നമ്മളോട് ചോദിച്ചത് ചോദ്യം കേട്ടിട്ട് വേണേൽ എഴുതാം കുഞ്ഞുങ്ങളെ. ഏത് രീതി ചെയ്യാനാണെന്ന് നമ്മളോട് ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ കേട്ടോ. 13 × 15. ഈ 13 എന്ന് പറയുന്നത് 10 + 3 ആണ്. അത് ഇങ്ങനെ വലത്തോട്ട് എഴുതുക. 15 എന്ന് പറയുന്നത് 10 + 5 ആണ്. അത് താപ്പോട്ടും എഴുതുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? 10 + 3 13, 10 + 5 15. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? 10നെ ഈ 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. 10 × 10 100. ഇനി ഈ 10 തന്നെ വേണം ഇവിടെ എഴുതാൻ. 10 × 3 30. ഇനി
ഓർമ്മയുണ്ടോ നിങ്ങൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ പഠിച്ചത്? ഇനി ഇവിടെ എത്ര? 10 ഇൻറ്റു ഈ 5 ആണല്ലേ, 10 ഇൻറ്റു 5 50. ഇവിടെ അപ്പോൾ എത്രയാണ്? ഇവിടെ അപ്പോൾ എത്ര? 5 വരുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ 5 ആയപ്പോൾ ഓപ്പോസിറ്റിലും 5 ആയിരിക്കും. 5 ഇൻറ്റു 3 15. ഇത് മനസ്സിലാവുന്നവർക്ക് എളുപ്പമാണ്, ഇല്ലാത്തവർക്ക് ഇതിപ്പോഴും പുകഞ്ഞ് നിൽക്കുന്നവരുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മളോട് ആ ഫസ്റ്റ് നമ്പർ 10 + 3 13 അല്ലേ? സെക്കൻഡ് നമ്പർ ഏതാ? 15. 10 + 5 15. അപ്പോൾ ആദ്യമേ നിങ്ങൾ അതങ്ങ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിൽ കിടക്കുന്നത് താഴെ ഇത് ഇൻറ്റു ചെയ്യുക. ഓപ്പോസിറ്റിൽ ഏതാ വരുന്നത് വെച്ചാൽ അത് എഴുതി വെക്കാണ്ട്. ഓപ്പോസിറ്റ് ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആണ്, ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും 10. അതിന് വട്ടം നട്ട് ഓപ്പോസിറ്റ് എപ്പോഴും അത് തന്നെ ആയിരിക്കും എന്ന് ഓർത്താൽ മതി. എന്നിട്ട് അതിനെ ഇപ്പോൾ 10 ഇൻറ്റു 5 50, 5 ഇൻറ്റു 3 15, 5 ഇങ്ങനെ എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക? ഈ കിട്ടിയത് കൂട്ടുക. 100ഉം 30ഉം 130, 100ഉം 30ഉം 130, 50ഉം 15ഉം 65, 5 6 3 9 195. ഇതാണ് ആൻസർ. ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 15 ഇൻറ്റു 15 നമ്മൾ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ? 15 ഇൻറ്റു 15 നമ്മൾ ചെയ്ത രീതി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദാണ്ട് ഇവിടെയും ഈ 10 തന്നെ ദാണ്ട് ഇവിടെ എഴുതിക്കോ, ഈ 5 തന്നെ ഇവിടെ എഴുതിക്കോ, ഈ 5 ഇവിടെ എഴുതിക്കോ. ഓപ്പോസിറ്റ് കേട്ടോ, ഓപ്പോസിറ്റാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? ഇനി ഏതൊക്കെയാണ് ഡൗട്ട് ഉണ്ടോ? ഏതാ അടുത്തടുത്ത് കിടക്കുന്നത്? അതിൻ്റെ കോർണറിൽ കിടക്കുന്ന വെച്ച് എഴുതിയാൽ മതി. 10 ഇൻറ്റു 10 100. ഇതിൻ്റെ കോർണർ ഇതല്ലേ? ഇപ്പോൾ നോക്കിയാൽ 10 ഇൻറ്റു 5 50. ഇതിൻ്റെ കോർണർ നോക്ക്, 10 ഇൻറ്റു 5 50. 5 ഇൻറ്റു 5 25. അപ്പോൾ ഇനി അകത്ത് കിടക്കുന്നതിനെ കൂട്ടുക. 100ഉം 50ഉം 150, 50 25ഉം 75, 5 7 5ഉം 12 2 225. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. അപ്പോൾ പിടികിട്ടിയോ? ഇതെല്ലാം കണക്ക് ചോദിക്കും കേട്ടോ, ഉറപ്പായിട്ടും ചോദിക്കുകയെ. നമ്മൾ 10ാമത്തെ ആണേ. അടുത്ത 11ാമത്തെ. ഇഫ് 168 rupees ഇൻ ഷെയർഡ് ഈക്വലി എമംഗ് 8 പേഴ്സൺ, 8 പേർക്ക്, മലയാളം എഴുതിയില്ല കുഞ്ഞുങ്ങൾ, ഇത്രയേ ഉള്ളൂ. 8 പേർക്ക് 168 രൂപ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക. 8 പേർക്ക് 168 രൂപ തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുക. എങ്ങനെയാ? 8 പേർക്കല്ലേ? അപ്പം നമ്മൾ എന്താ 168നെ ബോക്സിനകത്ത് കയറ്റി. എന്നിട്ട് ബോക്സ് പണിഞ്ഞു. റെക്റ്റാങ്കിൾ അല്ലേ? ബോക്സ് പണിഞ്ഞു. എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞു 200-നകത്തുള്ള മുമ്പ് പറഞ്ഞായിരുന്നല്ലേ 10 വെച്ച് ചെയ്യുന്നത് നല്ലത്. അപ്പം നമ്മൾ 10 എടുത്തു. 10 ഇൻറ്റു 8 80. അപ്പം നമ്മൾ എത്ര എഴുതിയത്? ഫസ്റ്റ് മെയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 8 ഇൻറ്റു 10 80 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 8 ആയതുകൊണ്ടാണ് ഇവിടെ 8 ഇൻറ്റു 10 80. ഇത് കുറേ നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട്. ഇനി 168ൽ നിന്ന് 80 മൈനസ് ചെയ്യുമ്പോൾ 88 ആണ് കേട്ടോ. ഇനി ഈ 88 100 വരും, 10 വരുമല്ലോ. 10 8 80. അപ്പോൾ ചോദിക്കാം 11 8 88 വരത്തില്ലേ എന്ന് ചോദിക്കത്തില്ലയോ നിങ്ങൾ? അങ്ങനെ വരത്തില്ലയോ നിങ്ങളെ? അങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. 11 8 88 എന്ന് വേണേൽ എഴുതാം. അപ്പം ഇതൊരു എന്താ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ, അങ്ങനെ എഴുതിയാലും ശരി കേട്ടോ. 10 ഇൻറ്റു 8 80. അപ്പോൾ നമ്മൾ 8 ഇൻറ്റു 10 80. പിന്നെ ഒരു 8 ഉണ്ടല്ലേ, പിന്നെ ഒരു ബാലൻസ് 8 വന്ന് അല്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങൾ. എന്താ 168 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളതിനെ ബോക്സിൽ കയറ്റി. ഇനി എത്ര കൊണ്ടാണോ ചെയ്യേണ്ടത്? 8 വെച്ചാണ്. ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി 10 എടുക്കുക. 10 ഇൻറ്റു 8 80. ഇത്രയേ ഉള്ളൂ. 168ൽ നിന്ന് 80 പോയാൽ 88 വരും. ബോക്സിൽ കയറ്റുക. ഇനി 88 എന്ന് പറഞ്ഞാൽ 10 വെച്ച് ചെയ്യാം. 10 ഇൻറ്റു 8 80 അല്ലേ? ബാലൻസ് 8. ഈ 8 എന്ന് പറയുന്നത് ഏതാ? 8 വന്നത്. അപ്പോൾ നമ്മൾ ഒരു 8 8 0. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അതിനെ എങ്ങനെ എഴുതി കാണിക്കണം? ഇവിടെ ഏതൊക്കെ എടുത്തു എന്ന് കാണിക്കണം. 10 8 എടുത്തു, 10 8 80. പിന്നെ 10 8 വീണ്ടും എടുത്തു, 10 8 80. പിന്നെ 8 ഒരു 8 8 കണ്ടോ? അതങ്ങ് എഴുതിയാൽ മതി. ഇനി നമ്മൾ 8 ആണ് ഫസ്റ്റ് എഴുതുന്നതെങ്കിൽ ആ 8നെ അതുപോലെ എഴുതുക. ഇവിടെ ഏതാ എഴുതുന്നത് വെച്ചാൽ ഇവിടെ തെറ്റിപ്പോകരുത് കേട്ടോ. നമ്മൾ ഏതാണോ ഫസ്റ്റിൽ എടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കൊടുക്കണം. ഇതാണ് ഫസ്റ്റിൽ എഴുതുന്നതെങ്കിൽ ഇപ്പോൾ 8 ഇൻറ്റു 10 എഴുതുന്നെങ്കിൽ അത് തന്നെ താഴെ കൊടുക്കുക. 8 ഇൻറ്റു 10 അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഇൻറ്റു 10, 8 ഇൻറ്റു 10, 8 ഇൻറ്റു 1 അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ എല്ലായിടും നമ്മൾ 8 വെച്ച് ചെയ്തു. 10 20 1 21, 21 ഇൻറ്റു 8 168 ആണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ 2 അക്കത്തിൻ്റെ അല്ലേ നോക്കൂ നിങ്ങളെ, ഇങ്ങനെ ഒരെണ്ണം വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. 420 ഇൻറ്റു 86 3 സംഖ്യ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? നമ്മളിതുവരെ
ചെയ്ത രീതിയിൽ ഇപ്പം നോക്കണേ 420 ഇൻറ്റു 86 അല്ലേ. അപ്പം നമുക്കതിനെ 400 അധികം 20 എഴുതാം അല്ലേ. റെക്റ്റാങ്കിൾ മാപ്പ് ഇത് വെച്ച് ചെയ്യാം. പിന്നെ പ്രൊഡക്റ്റ് ചെയ്യാനായിട്ടോ. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കണക്കായത് കേട്ടോ. പ്രവർത്തനം 12 ഫൈൻഡ് ദ പ്രൊഡക്റ്റ്, അങ്ങനെ ഒരു ചോദ്യം. മൾട്ടിപ്പിൾ 400 ഇൻറ്റു 86, 400 അധികം 86, 400 അധികം 20 420. അടുത്ത 86 എന്ന് വെച്ചാൽ എന്താ, 80 അധികം 6 ഇല്ലേ. ഓർമ്മയുണ്ടോ? ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ പറഞ്ഞു അത് തന്നെ എഴുതിയാൽ മതി. 80 ഇവിടെ 6. മുമ്പ് പറഞ്ഞ മോഡലല്ല കുഞ്ഞുങ്ങളെ ഇത് കേട്ടോ. ഫൈൻഡ് ദ പ്രോഡക്റ്റ് കാണാനാണ്. മറ്റേതെന്താണ്, നമ്മൾ ഡിവൈഡ് ചെയ്ത ചോദ്യം എന്താ, 168 രൂപ നമ്മൾ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് മുമ്പ് ചെയ്തത് കേട്ടോ. ഇത് വേറെയാണ്, ഞാൻ വെച്ചതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും. ഇത് ഫൈൻഡ് ദ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങളെ, 400. ഓപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും പഠിക്കണം. ഇവിടെ നോക്കിക്കേ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഓപ്പോസിറ്റിൽ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ നോക്കിയേ, 4 8 32 4 8 32. എന്നിട്ട് എത്ര പൂജ്യം ഉണ്ടോ അത്രയും എഴുതി വെച്ചാൽ എത്ര, 3 പൂജ്യം വന്ന് 4 8 32. എന്നിട്ട് 1 2 3 പൂജ്യം. ഇവിടെ 8 2 16. പിന്നെ എത്ര പൂജ്യമുണ്ട്, 2 പൂജ്യം. 6 4 24. പൂജ്യം 2 2 6 12 1 പൂജ്യം. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഫസ്റ്റ് ഡിജിറ്റ്, കാരണം എല്ലാം പൂജ്യം ആയതുകൊണ്ട് ഫസ്റ്റ് ഡിജിറ്റ് ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. അടുത്ത 32,000 കൂടെ 1600 കൂട്ടുമ്പം 33,600 വരും. 32 2 ഒന്നോട് കൂട്ട് 33,600. 24 120 കൂടെ 4 1 5 25 20 വരും അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടുവാണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് രണ്ടും കൂടെ കൂട്ടിയായി കിട്ടിയേക്കുന്നത് 0 2 6 5 11 3 2 5 1 6 3 36 120 കേട്ടോ. ഇത് റെക്റ്റാങ്കിൾ, ഓർമ്മയുണ്ടോ? റെക്റ്റാങ്കിൾ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനൊരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. 12ാമത്തെ. അടുത്ത 13ാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചതുരത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ ആണ്, 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ ആണ്. അതിൻ്റെ എന്താ വീതി 12 സെൻറ്റിമീറ്റർ, നീളം 15 സെൻറ്റിമീറ്റർ. അതിൻ്റെ പരപ്പളവ് എത്രയാണ്? അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 15 ഉണ്ട്, വിട്ട് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 12 ഉണ്ട്. അതിൻ്റെ ഏരിയ കാണാനാണ് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഏരിയ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസിക്കൽ ടു L ഇൻറ്റു ബി. ചതുരത്തിൻ്റെ പരപ്പളവ് എപ്പോഴും നീളം ഗുണം വീതിയാണ് കേട്ടോ. നീളം ഗുണം വീതി. ഇപ്പം നീളം എത്ര, 15 ഇൻറ്റു 12 കേട്ടോ. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതുക, മലയാളംകാർ മലയാളം എഴുതുക കേട്ടോ. എപ്പോഴും ഓർത്തോണം, ചതുരത്തിൻ്റെ പരപ്പളവ് നീളം ഗുണം വീതി. അങ്ങനെയാണെങ്കിൽ എന്താ ചുറ്റളവ് എന്താവും നിങ്ങളെ, 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. 2 ഇൻറ്റു L പ്ലസ് ബി. ഓർമ്മയുണ്ടോ അത് ചെയ്തത്? അപ്പം എന്താ 15 ഇൻറ്റു 12 2 5 10 ശിഷ്ടം 1 1 2 1 3 1 5 5 1 1 0 5 3 8 180 ആണ്. 180 എന്താ, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ പരപ്പളവ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് ചോദിക്കട്ടെ, ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്താണ്? അങ്ങനെ ചോദ്യം ഞാൻ ചോദിക്കുമോ നിങ്ങൾ? എങ്ങനെ എഴുതും പെരിമീറ്റർ? ചുറ്റളവാണ് 2 ഇൻറ്റു L പ്ലസ് ബി കേട്ടോ. 2 ഇൻറ്റു L എത്ര, 15 അധികം 12. 2 ഇൻറ്റു 15 12 കൂടെ കൂട്ടുമ്പം 5 2 7 3 2 27. കണ്ടോ, മനസ്സിലായോ? ഇങ്ങനെ എഴുതിക്കണം. ചുറ്റളവ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവാണ് കേട്ടോ. അത് ഇത് 27 2 2 7 14 ശിഷ്ടം 1 2 2 54 വരും. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ലെങ്കിലേ നമ്മളോട് പറഞ്ഞ എന്താ, റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ടെന്ന്. അതായത് ഇവിടെ 15, ഇത് നീളമാണല്ലോ, ഇവിടെയും 15, ഇവിടെ 12 വിട്ട്, ഇവിടെയും 12. ഇത് 4 കൂടെ കൂട്ടിയാലും കിട്ടും. ഓർമ്മയുണ്ടോ? 15 15 30 അല്ലേ. 30 12 42, 42 12 54. അപ്പോഴും കിട്ടും കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ ഇക്വേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളത് കൂട്ടുന്നതിനല്ലേ ചുറ്റളവ് എന്ന് പറയുന്നത് കേട്ടോ. എന്താ, നീളം തന്നിട്ടുണ്ട് 15, ഇവിടെ 15 ആണെങ്കിൽ ഇവിടെയും 15, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ചതുരത്തിൻ്റെ അല്ലേ. ഇനി ഇപ്പുറത്ത് വിട്ട് 12 ആണെങ്കിൽ ഇപ്പുറത്തും 12. അപ്പം മൊത്തം കൂടെ കൂട്ടുന്നതിനെ കുഞ്ഞുങ്ങളെ ചുറ്റളവ് കേട്ടോ. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇതേലൊരു കണക്ക് ഉറപ്പായും ചോദിക്കും. പെരിമീറ്റർ ആണ്
അല്ലെങ്കിൽ ചുറ്റളവാണെങ്കിൽ എന്താണ്, ചുറ്റുമുള്ള അളവുകളാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ചുറ്റുമുള്ള അളവ് കൂട്ടി എഴുതിയാൽ മതി. ഇനി നിങ്ങളോട് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ചോദിക്കുന്നെങ്കിൽ എന്താ, നീളം ഗുണം വീതി അല്ലെങ്കിൽ L/B രണ്ടുകൂടെ ഗുണിച്ച് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഇത് നമ്മൾ മുമ്പ് ചെയ്തതായി, മോഡൽ ഇനിയും ചെയ്യേണ്ടല്ലോ, കുറേ ചെയ്തതാവും നിങ്ങളെ. ഇവിടെ ഇങ്ങനെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിച്ചം വന്നായിരുന്നു. നമ്മൾ മുമ്പ് ചെയ്ത രീതി വെച്ച് വരുമ്പം മിച്ചം ഒരു 4 വന്നു. 4നെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ കൂടെ ആ മിച്ചവും കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ. അതായത് 132 നമുക്ക് കിട്ടിയത്. 136 നമ്മുടെ ചോദ്യം അല്ലേ. 36 വരണമെങ്കിൽ എന്താ, 4 കൂടി കൂട്ടണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മുമ്പ് ചെയ്ത രീതി തന്നെയാണ് കേട്ടോ. എന്നുവെച്ചാൽ 12നെ 136 കൊണ്ട് ഹരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ ഹരിക്കാനുള്ള അല്ലെ ഡിവൈഡ് ചെയ്യാനുള്ള എന്താണോ അത് മുകളിൽ വേണം എഴുതാൻ. നമ്മൾ കുറേ ചെയ്തതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, ഏറ്റവും ലാസ്റ്റിലത്തെ കണക്ക് നമ്മുടെ ലാസ്റ്റ് പാഠത്തിലെ ഗ്രാഫാണ്. ഉറപ്പായിട്ട് ആ ഗ്രാഫായിരിക്കും. അതല്ലെങ്കിൽ ഒരു പിക്ചർ, നിങ്ങൾക്ക് കുറേ പിക്ചർ നമ്മുടെ പാഠത്തിലുണ്ടായിരുന്നു അല്ലേ. ഇതിൻ്റെ പിക്ചർ അല്ലേ, ഇതിൻ്റെ പെരിമീറ്റർ കാണാൻ, പിന്നെ ഏതെങ്കിലുമൊക്കെ പടം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പടം തന്നിട്ട് അതിൻ്റെ ചുറ്റളവ് ഏതെങ്കിലും ഷേപ്പിൽ ഒരു പടം തരും, എന്തോ ആയിക്കോട്ടെ. അതിൻ്റെ എല്ലാ മെഷറുകൾ എല്ലാ സൈഡിൻ്റെയും കൂടെ കൂട്ടണം. വളഞ്ഞും പുളഞ്ഞും ഒക്കെ ഇരിക്കുമായിരിക്കും, പക്ഷെ അതെല്ലാം നമ്മൾ കൂട്ടിയിട്ട് വേണം. ചാടി കയറി എഴുതരുത്, എല്ലാ സൈഡും കൂടെ കൂട്ടണം. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇതൊന്നും കൂട്ടാതിരിക്കും നിങ്ങൾ. അപ്പോൾ എവിടെയൊക്കെ വളവുണ്ടോ ആ വളവിലെല്ലാം മെഷറുണ്ട്. ആ മെഷർ കറക്റ്റായിട്ട് കൂട്ടി വേണം പെരിമീറ്റർ എഴുതാൻ കേട്ടോ. അത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഇതിൻ്റെ പെരിമീറ്റർ കാണാൻ. പിന്നെ നമ്മുടെ ഫസ്റ്റ് പാഠത്തിനകത്തിൽ കുറേ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പാഠം 1, 2 പാഠത്തിനകത്ത് ഫസ്റ്റ് പാഠമാണ് നിങ്ങളെ, അതിനകത്തിൽ വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ഒന്ന് മനസ്സിലാക്കി ലാസ്റ്റിലൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും അങ്ങനെ ആയിരിക്കും, ഗ്രാഫ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പടം നിന്നിട്ട് ഇതിൻ്റെ പെരിമീറ്റർ കാണാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് നല്ലതുപോലെ ഇതെല്ലാം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് പരീക്ഷ എഴുതണം. എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടും കമൻറ്റ് പറയണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.